ജർമ്മനിയിലെ ബുണ്ടസ്ലീഗ കിരീടം ബയൺ മ്യൂണിക്ക് എടുത്തു. കഴിഞ്ഞ വർഷത്തിൽ ലെവർക്യൂസൻ എടുത്തത്. ഈ വർഷം ബയൺ മ്യൂണിക്ക് കിരീടത്തിലേക്ക് തിരിച്ചു വന്നു. ലാലിഗയിൽ ഓൾമോസ്റ്റ് കിരീട പോരാട്ടം അവസാനിച്ചു. ബാഴ്സലോണ ഒരു കളി ശേഷിക്ക് കിരീടം ഉറപ്പിച്ചു. അപ്പോൾ ലാലിഗയുടെ കാര്യത്തിലും തീരുമാനമായി. പ്രീമിയർ ലീഗ് 2 ആഴ്ച മുമ്പേ തീരുമാനമായതാണ്. ലിവർപൂൾ അത് പൊക്കിയിട്ടുണ്ട്. ഇനി ആ കപ്പ് കയ്യിൽ കൊടുക്കേ വേണ്ടു. അപ്പം അങ്ങനെ പ്രീമിയർ ലീഗായി. പിന്നെ ഫ്രാൻസ് ലീഗ് 1 PSG ഓൾറെഡി കപ്പെടുത്തു. ഇനി അവർക്ക് കപ്പ് കയ്യിൽ വെച്ച് കൊടുത്താൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പ്രമുഖ രാജ്യങ്ങളിലെയും ക്ലബ് പോരാട്ടങ്ങൾ അവസാനിക്കുന്നു. കിരീടാവകാശികളെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഒരു ലീഗിൽ മാത്രം ഇപ്പോഴും സസ്പെൻസ് ആയിട്ട് കിടക്കുകയാണ്. അതൊരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇറ്റലിയിലത്തെ സീരിയ ഇതുവരെയായിട്ടും ആർക്ക് കപ്പ് കിട്ടുന്ന ലെവലിലായിട്ടില്ല, തീരുമാനമായിട്ടില്ല. കപ്പിനും ചുണ്ടിനും ഇടയിൽ മത്സരിക്കുന്ന 2 ടീം. ഒന്ന് നാപ്പോളി, രണ്ടാമത്തെ ടീം ഇന്റർ മിലാൻ. നാപ്പോളി 1 പോയിന്റ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന കളിയിൽ 2 പേരും കളിച്ചിരുന്നു. നാപ്പോളി പാർമയ്ക്കെതിരെ സമനില 0-0. ഇന്ററും ലാസിയോയും കൂടി ഏറ്റുമുട്ടി 2-2 സമനില. ഒരവസരത്തിൽ ഇന്റർ മിലാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്റർ മിലാനാണ് ആദ്യം ഗോൾ അടിച്ചത്. 1-0 ആദ്യം ലീഡെടുത്ത് ഇന്റർ മിലാൻ. ലാസിയോ സമനില പിടിച്ചു. പിന്നെ ഇന്റർ മിലാൻ ഗോൾ അടിച്ചു. അപ്പോൾ 2ാം വട്ടം ഇന്റർ മിലാൻ ലീഡെടുത്തു. ഓൾമോസ്റ്റ് ഇന്റർ മിലാൻ ജയിച്ചു. ഇന്റർ മിലാൻ ടേബിളിലെ ടോപ്പ് എത്തി, 1ാം സ്ഥാനത്തെത്തി എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ലാസിയോ വീണ്ടും ഒരു ഗോൾ അടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പെനാൽറ്റി, ലാസിയോക്ക് അനുകൂലമായി പെനാൽറ്റി കിട്ടുന്നു, പെനാൽറ്റി ഗോൾ അടിക്കുന്നു. ആ 2-2 സമനില. അപ്പോൾ ഇന്റർ ലാസിയോ 2-2 സമനിലയിൽ പിരിഞ്ഞു. അപ്പോൾ ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമും കഴിഞ്ഞ കളികളിലെ സമനിലയിൽ പിരിഞ്ഞ കാരണം കൊണ്ട് പിന്നെ അവർ 1 പോയിന്റ് വ്യത്യാസത്തിൽ ഇപ്പോൾ നാപ്പോളി 1ാം സ്ഥാനത്തും ഇന്റർ മിലാൻ 2ാം സ്ഥാനത്തും നിൽക്കുന്നു. അതൊരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് നടക്കുന്നത്. അവസാന മത്സരം വരെ കാത്തിരിക്കണം. ഓരോരുത്തർക്കും ഇനി 2 ടീമുകൾക്ക് 1 മത്സരം കളിക്കാൻ ബാക്കിയുള്ളൂ. അവസാന മത്സരത്തിലാണ് ആരാണ് സീരിയ കപ്പ് പൊക്കുക എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഒറ്റ സമനില മതി നാപ്പോളിക്ക് കപ്പ് എടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഒറ്റ സമനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഏത് ടീമായാലും ജയിക്കാനേ നോക്കുള്ളൂ, തോൽക്കാതിരിക്കാനേ മാക്സിമം നോക്കുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ 2 ടീം ഇപ്പോൾ അവസാന കളി സമനില, 2 ടീമിന് സമനിലയാണെങ്കിൽ എന്താ നാപ്പോളി കപ്പ് കൊണ്ടുപോകും. എന്തായാലും ഇന്റർ മിലാൻ ജയിക്കാനേ നോക്കുള്ളൂ. അടുത്ത കളി എന്തായാലും നാപ്പോളി ജയിച്ചു കഴിഞ്ഞാൽ നാപ്പോളിക്ക് അപ്പുറപ്പാണ്. അത്രയും മാത്രം പറയുന്നു. അപ്പോൾ അവസാന മത്സരത്തിലെ മത്സരഫലം അനുസരിച്ചിരിക്കും സീരിയെ കപ്പ് ആര് കൊണ്ടുപോകുന്നുള്ളത്. അതൊരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കപ്പിനും ചുണ്ടിനും ഇടയിൽ ആര് കപ്പ് ഉയർത്തും എന്നുള്ള ലെവലിലാക്കിയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വല്ലാത്തൊരു സംഭവം. അവസാന മത്സരം, അവസാന ദിവസം വരെ കാത്തിരിക്കുന്ന സംഭവം, അത് വല്ലാത്തൊരു ഫീലിങ്ങാണ്. പിന്നെ അതിന് തൊട്ട് താഴേക്ക് 3ാം സ്ഥാനം വലിയ കുഴപ്പമില്ല. 4-5 സ്ഥാനക്കാർ തമ്മിലുള്ള വ്യത്യാസം ഒരൊറ്റ തന്നെ വ്യത്യാസമുള്ളൂ. യുവന്റസ് 4, റോമ 5ാം സ്ഥാനത്താണ്. അവർ തമ്മിൽ 1 പോയിന്റ് വ്യത്യാസത്തിലേ ഉള്ളൂ. അവസാന മത്സരം തന്നെയാണ് അതും തീരുമാനിക്കുക. 5ാം സ്ഥാനത്തുള്ള റോമ 4ാം സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു കളിവിലി, അവിടെ ഒരു ഫോട്ടോ ഫിനിഷിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ സീരിയെ അവസാന മത്സരം പല ടീമുകൾക്കും മരണക്കളിയാണ്, കപ്പ് ഉയർത്തുന്നത് പോലും.